നമസ്കാരം. ആത്മീക യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ അത് എന്തു തന്നെ ആണെങ്കിലും 21 ദിവസത്തിനുള്ളിൽ എങ്ങനെ ആ ആഗ്രഹം നിറവേറ്റിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുവാൻ പോകുന്നത്. ഇത് മുഴുവനായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകും. ചിലർക്ക് തൊഴിലിൽ ഉയർച്ച ഉണ്ടാകണമെന്നായിരിക്കും ആഗ്രഹം, ചിലർക്ക് തൊഴിൽ വേണമെന്നായിരിക്കും ആഗ്രഹം, മറ്റു ചിലർക്കാകട്ടെ ഒരു വീട് വേണമെന്നുള്ളതോ, മറ്റു ചിലർക്ക് ഇഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിക്കണമെന്നുള്ളതോ, ചിലർക്ക് ആരോഗ്യത്തോടെ ജീവിക്കണമെന്നുള്ളതോ ആയിരിക്കും. പക്ഷേ ഏറെ പേരിലുമുള്ള ഒരു പ്രധാനപ്പെട്ട ആഗ്രഹം എന്ന് പറയുന്നത് സാമ്പത്തികപരമായി ഉയർന്നു നിൽക്കണം എന്നുള്ളത് തന്നെയായിരിക്കും. ഒരു രാത്രി കൊണ്ട് ഒരിക്കലും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ മുഴുവനായും നേടിയെടുക്കുവാൻ സാധിക്കില്ല. പിന്നെ നമ്മൾ പറയുന്നതെല്ലാം തന്നെ ഒരു അലങ്കാരമായി പറയുകയാണെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഒരിക്കലും പെട്ടെന്ന് നേടിയെടുക്കുവാൻ സാധിക്കില്ല. അതിന് നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഉപബോധ മനസ്സിൽ ആ ചിന്തയെക്കുറിച്ച് ഒരുപാട് കാലങ്ങളായി ആ ചിന്ത ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് മാത്രമേ നമ്മൾ സംസാരിക്കുന്നുള്ളൂ, അതിനെക്കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. അതുമാത്രമാണ് എൻ്റെ ലക്ഷ്യം എന്ന് നിങ്ങൾ ഏതൊരു കാര്യത്തിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നുവോ എങ്കിൽ മാത്രമേ ആ കാര്യം നിങ്ങളിലേക്ക് വരുവാൻ താല്പര്യപ്പെടുകയുള്ളൂ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നത്, ഒരു 21 ദിവസത്തെ കണക്കെടുത്ത് നമ്മൾ ഏത് കാര്യങ്ങളാണെങ്കിലും നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുമെന്നുള്ളതിന്. ഈ 21 ദിവസത്തെ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ആദ്യം 3 നമുക്ക് തരം തിരിക്കാവുന്നതാണ്. ഈ പ്രോഗ്രാമിംഗ് തുടങ്ങുന്നതിന് മുന്നേ ഈ വീഡിയോ നിങ്ങൾ എന്നാണോ കാണുന്നത് അന്നേ ദിവസം രാത്രി നമുക്ക് ഈ ഒരു കാര്യം ചെയ്തു തുടങ്ങാവുന്നതാണ്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഫിക്സ് ചെയ്തു വെക്കാം നിങ്ങൾക്ക് ആവശ്യമായത് എന്താണ് എന്ന്. ആ കാര്യം നിറവേറി കിട്ടുവാനായി നമ്മൾ തയ്യാറെടുക്കുകയാണ് എന്ന് നമ്മൾ തന്നെ വ്യക്തമായി മനസ്സിൽ കരുതിയതിനു ശേഷം മാത്രമായിരിക്കണം ഈ 21 ദിവസത്തെ പ്രോഗ്രാമിംഗ് തുടങ്ങുവാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് ഒരു നോട്ട് പുസ്തകമാണ്. ആ നോട്ട് പുസ്തകത്തിൽ നിങ്ങൾക്ക് ആവശ്യമായത് എന്താണോ, ഒരു വീടാണ് ആവശ്യമെങ്കിൽ എനിക്ക് ഞാൻ ആഗ്രഹിച്ചതുപോലുള്ള വീട് കിട്ടിയതിന് താങ്ക് യു യൂണിവേഴ്സ് എന്നോ നന്ദി പ്രപഞ്ചമേ എന്നോ എഴുതാവുന്നതാണ്. എത്ര തവണയാണ് എഴുതേണ്ടത് എന്നാൽ 21 പ്രാവശ്യം നമ്മൾ ഇത് എഴുതേണ്ടതാണ്. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഈ 21 ദിവസത്തെ ചാലഞ്ചിന് നമ്മൾ 3 തരംതിരിക്കുന്നത് എന്ന്. അതിൽ ആദ്യത്തെ ദിവസമാണ് നിങ്ങൾ എഴുതിയിരിക്കുന്നത്. 3 തരംതിരിക്കുമ്പോൾ ആദ്യത്തെ 7 ദിവസം ഒരു ടേമായിട്ട് വരും. അപ്പോൾ ഒരു ടേമിലെ ആദ്യത്തെ 7 ദിവസത്തിൽ ആദ്യത്തെ ദിവസമാണ് നമ്മൾ നോട്ട് പുസ്തകത്തിൽ നമ്മുടെ ആഗ്രഹം എഴുതിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട്. എലിമിനേറ്റ് നെഗറ്റീവ് തോട്ട്സ് ഇൻ അവർ മൈൻഡ്. നമ്മുടെ മനസ്സിലെ എല്ലാ നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികളെയും നമ്മൾ എടുത്തു കളയുവാനാണ് ആദ്യത്തെ ഈ 7 ദിവസം സമയം നമുക്ക് ആവശ്യമായി വരുന്നത്. പെട്ടെന്ന് തന്നെ നമ്മൾ പോയി നമ്മുടെ മനസ്സിൽ ഒരുപാട് ചപ്പുചവറുകൾ ഉണ്ട്, ഒരുപാട് നെഗറ്റീവ് തോട്ട്സുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഏതു കാര്യങ്ങൾ ആഗ്രഹിച്ചാലും ആ കാര്യം മനസ്സിൽ അവിടെ കിടക്കില്ല. മറിച്ച് പലവിധ ചിന്തകൾ കൊണ്ട് നമ്മുടെ മനസ്സ് വൃത്തികേടായി കിടക്കുകയാണ് എന്നു തന്നെ പറയാവുന്നതാണ്. നമുക്ക് ആദ്യം അതിനെ വൃത്തിയാക്കണം. അതിനർത്ഥം എന്ന് പറയുന്നത് നെഗറ്റീവായ ചിന്താഗതികളെ നമ്മൾ എടുത്തു മാറ്റേണ്ടതാണ്. ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒരു മെത്തേഡ് പറയാം. നിങ്ങൾ തുടർച്ചയായി 7 ദിവസവും ഈ മെത്തേഡ് പ്രയോഗിക്കേണ്ടതാണ്. 2 കപ്പ് മാനിഫെസ്റ്റേഷൻ എന്നാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നത്. നിങ്ങൾ രാത്രിയിൽ ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ 2 ഗ്ലാസ് എടുക്കുക. കഴിവതും 2 കണ്ണാടി ഗ്ലാസ് എടുക്കുവാനായിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങൾ ഒരു പേപ്പർ എടുക്കുക, അല്ലെങ്കിൽ ഒരു A4 ഷീറ്റ് എടുക്കുക. എടുത്ത് ആ പേപ്പറിനെ 2 കഷ്ണങ്ങളായിട്ട് മാറ്റിവെക്കാം. നീല നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ടോ ചുവന്ന നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ടോ ആദ്യത്തെ കഷ്ണം പേപ്പറിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണോ ഈ ജീവിതത്തിൽ നിന്ന് മറക്കുവാനായിട്ട് ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഏതെല്ലാം കാര്യങ്ങളിൽ നിന്നാണോ നമുക്ക് വെളിയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നത്. ചിലർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, പണം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ, റിലേഷൻഷിപ്പ് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ എന്നിങ്ങനെ മനസ്സിൽ ഒരുപാട് വേദനകൾ ഉണ്ടാകും. അപ്പോൾ ആ വേദനകളിൽ നിന്നെല്ലാം നമുക്ക് ആദ്യം പുറത്തു വരണം. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നതും ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതുമായ ആ ഒരു കാര്യം, അതായത് വേദനയോടുകൂടി ഓർക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ഹൃദയത്തിലുണ്ടാകും. ആ കാര്യത്തെ നിങ്ങൾ ആ ഒരു പേപ്പറിൽ എഴുതേണ്ടതാണ്. ഇത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് സ്വസ്ഥമായി ഒരു സ്ഥലത്തിരുന്ന് നിങ്ങൾക്ക് ആരുടെയും ഡിസ്റ്റർബൻസ് ഇല്ലാതിരിക്കുമ്പോൾ മാത്രം ചെയ്യുവാനായിട്ട് ശ്രമിക്കുക.
കഴിവതും രാത്രിയിൽ ഞാൻ ചെയ്യുവാനായിട്ട് പറയുന്നത്, നിങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വേറെ ആരെങ്കിലും വന്ന് നോക്കിയാൽ എന്ത് വിചാരിക്കുമെന്നുള്ള ആ ഒരു മനോഭാവം നമുക്ക് ഉണ്ടാകും. അതുകാരണമാണ് ഞാൻ പറയുന്നത്, രാത്രിയിൽ നിങ്ങൾ ഈ കാര്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സും ശാന്തമായിരിക്കും, നിങ്ങളുടെ പരിസരവും ശാന്തമായിരിക്കും. നിങ്ങൾ ഉണ്ടാകുന്ന അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് വളരെ ശാന്തമായതും അതുപോലെ തന്നെ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി കൊണ്ടു തരുന്നതും ഒന്നും കൂടി ആയിരിക്കണം. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ചു വേണം നമ്മൾ ചെയ്യുവാനായിട്ട്. അങ്ങനെ നമ്മൾ ആ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതിയിട്ടുണ്ട്. 2 ഗ്ലാസും വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം നമുക്ക് ഒരു ബോട്ടിലിൽ കുടിക്കുവാനുള്ള വെള്ളവും കൊണ്ടുവരേണ്ടതാണ്. ഇങ്ങനെ ആദ്യത്തെ ഒരു ഗ്ലാസ് എടുക്കുക, അതിൽ മുഴുവനായിട്ടും ആ ഒരു ഗ്ലാസ് മുഴുവനായിട്ടും വെള്ളം നിറയ്ക്കുക. നിറച്ച് നമ്മൾ എഴുതിയിരിക്കുന്ന ഈ നെഗറ്റീവ് തോട്ടുകൾ മനസ്സിരുത്തി തന്നെ കുറേ നേരം വായിക്കുക. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകേണ്ടതാണ് എന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക. ഇങ്ങനെ പറഞ്ഞു പഠിപ്പിച്ച് ഓരോ കാര്യവും നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകുന്നത് പോലെ നിങ്ങൾ ചിന്തിക്കുക. ഇതെല്ലാം തന്നെ നമ്മുടെ മനസ്സിൽ ചപ്പുചവറുകൾ ചേർക്കുന്ന ഒന്നാണ്. ഇതെല്ലാം എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നവയാണ്. ഇത് എൻ്റെ ജീവിതത്തിൽ ആവശ്യമില്ല എന്ന് നിങ്ങൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ പറഞ്ഞ് ആ പേപ്പർ ഒന്നുകിൽ നിങ്ങൾ കീറിക്കളയുക, അതും അല്ലെങ്കിൽ നമ്മളത് ചുരുട്ടി വേസ്റ്റ് ബിന്നിൽ ഇടാവുന്നതാണ്. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒഴിച്ചു വച്ചിരിക്കുന്ന ആ ഗ്ലാസ്സിലെ വെള്ളം വളരെ പതുക്കെ ഓരോ സിപ്പായി നമുക്ക് മുഴുവനായിട്ടും അത് കുടിക്കാവുന്നതാണ്. ഇനി നമുക്ക് ആ ഗ്ലാസ് മാറ്റിവെക്കാം. വീണ്ടും നമ്മുടെ കയ്യിൽ ഒരു ഗ്ലാസ്, അതുപോലെ തന്നെ ഒരു വാട്ടർ ബോട്ടിലിൽ കുറച്ച് വെള്ളമുണ്ട്. മാത്രമല്ല ഒരു കഷ്ണം പേപ്പറുമുണ്ട്. ആ പേപ്പറിൽ നമുക്ക് എന്താണോ ലക്ഷ്യം അത് എഴുതാവുന്നതാണ്. നിങ്ങൾക്ക് ഒരു കാറ് വാങ്ങിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ എനിക്ക് ഒരു കാറ് തന്ന് അനുഗ്രഹിച്ചതിന് നന്ദി പ്രപഞ്ചമേ എന്നെഴുതാം. അല്ലെങ്കിൽ വീടാണെങ്കിൽ വീട് എഴുതാം. അതും അല്ല, നമ്മുടെ ഏത് ആഗ്രഹമാണോ നമ്മൾ ആദ്യം ഒരു നോട്ട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിയാൽ എത്രമാത്രം സന്തോഷം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുമോ ആ ഒരു രീതി തന്നെ സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾ ആ പേപ്പറിൽ കുറേ നേരം നോക്കുക, അത് വായിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നതുപോലെ നിങ്ങൾ സങ്കല്പിച്ചുകൊണ്ട് ആ സന്തോഷത്തോടു കൂടി തന്നെ നിങ്ങൾ ആ ഗ്ലാസ്സിൽ ഒഴിച്ചു വച്ചിരിക്കുന്ന വെള്ളം വളരെ പതുക്കെ കുടിക്കാവുന്നതാണ്. ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ ആദ്യം കുടിച്ച ഗ്ലാസ് ആയിരിക്കരുത് എടുക്കുന്നത്, മറിച്ച് നമ്മളിവിടെ 2 ഗ്ലാസ്സാണ് കൊണ്ടുവന്നിരിക്കുന്നത്. വെള്ളത്തിന് നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റി തരുവാനുള്ള ഒരു ശക്തി ഉണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ വെള്ളം നമ്മൾ ഏത് ചിന്താഗതിയോടുകൂടിയാണോ കുടിക്കുന്നത് ആ ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് കടത്തിവിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഏത് ചിന്താഗതിയോടുകൂടിയാണ് കുടിക്കുന്നത്? എനിക്കിതെല്ലാം നേടിയെടുക്കുവാൻ സാധിച്ചു, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നിറവേറി കിട്ടി, ഈ പ്രപഞ്ചം എൻ്റെ ആഗ്രഹങ്ങൾ ഓരോന്നായി നിറവേറ്റി തരുന്നു എന്നുള്ള ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡോടുകൂടിയാണ് ഈ വെള്ളം നമ്മൾ കുടിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതുതന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത്. അപ്പോൾ ഇതാണ് വാട്ടർ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ 2 കപ്പ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ 7 ദിവസവും, ഈ 21 ദിവസത്തിൽ 7 ദിവസവും ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ദിവസം നിങ്ങൾ എന്താണോ മനസ്സിൽ നിന്ന് മായ്ക്കാൻ ആഗ്രഹിച്ച് എഴുതിയത് അതേ തന്നെയാണ് നിങ്ങൾ പിറ്റേ ദിവസവും എഴുതേണ്ടത്. നെഗറ്റീവ് എഴുതിയ പേപ്പർ മാത്രം നമ്മൾ കീറിക്കളഞ്ഞാൽ മതി. പോസിറ്റീവ് എഴുതിയ പേപ്പർ നിങ്ങൾ ഈ 7 ദിവസവും ഈ മാനിഫെസ്റ്റേഷന് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ മനസ്സിനെ നമ്മളൊന്ന് ക്ലെൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ 7 ദിവസം തുടർച്ചയായി ചെയ്തു കഴിഞ്ഞു. ഈ ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഏതാണോ നേടിയെടുക്കണം എന്നുള്ളത് അതിനെ ഉള്ളിലേക്ക് കയറ്റുകയും അതുപോലെ തന്നെ എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പിന്മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പതുക്കെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ആ ഒരു മനോഭാവത്തോടു കൂടി തന്നെയാണ് നിങ്ങൾ ഈ 2 കപ്പ് മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ടത്. ഇനി നമ്മൾ സെക്കൻഡായിട്ട് ചെയ്യേണ്ടത്, അതായത് സെക്കൻഡ് ടേം എന്ന് പറയും, അതായിട്ട് ചെയ്യേണ്ടത് ക്ലിയർ മെൻ്റൽ ബ്ലോക്ക്. അതായത് നമ്മുടെ മനസ്സിലെ ദുഷ്ടചിന്തകളെയെല്ലാം നമ്മൾ ഈ 7 ദിവസത്തിനുള്ളിൽ തന്നെ മാറ്റിക്കളഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ അത് സ്വീകരിക്കുവാനുള്ള തയ്യാറെടുപ്പാണ്. നമുക്ക് എന്താണോ ഈ പ്രപഞ്ചം തന്ന് അനുഗ്രഹിക്കുവാൻ പോകുന്നത് അത് സ്വീകരിക്കുവാനുള്ള തയ്യാറെടുപ്പാണ്. അതിനായിട്ട് നമ്മൾ ചില അഫർമേഷനുകൾ ചെയ്യണം. അഫർമേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ പോസിറ്റീവ് വാക്കുകൾ എന്നാണ്. അതായത് നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങളും പ്രവർത്തിക്കുന്ന കാര്യങ്ങളും എല്ലാം തന്നെ ഒരു പോസിറ്റീവ് നിറഞ്ഞതായിരിക്കണം. നിങ്ങൾക്ക് നാളെ ഏതെങ്കിലും ഡെബിറ്റ് കാർഡിന് നമുക്ക് കുറച്ച് പൈസ കിട്ടുവാനുണ്ട് എന്നിരിക്കെ ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിക്കാതെ ഈ പ്രപഞ്ചത്തിൻ്റെ മുന്നിൽ നമുക്ക് ഇങ്ങനെ പറയാം,
നാളെ എനിക്ക് കിട്ടുവാനുള്ള ഈ തുക, അത് 10,000 ആയിക്കോട്ടെ, 25,000 രൂപ ആയിക്കോട്ടെ, 50,000 രൂപ ആയിക്കോട്ടെ, എത്ര ആണെങ്കിലും തന്ന് അനുഗ്രഹിച്ചതിന് നന്ദി. എനിക്ക് ഇപ്പോൾ ഞാൻ ആഗ്രഹിച്ച തുക എനിക്ക് ഈ ഡെബിറ്റ് കാർഡ് കിട്ടുവാനായിട്ട് തന്ന് അനുഗ്രഹിച്ചതിന് നന്ദി എന്നിങ്ങനെ പറയാം. അത് വാടക കൊടുക്കുവാനുള്ള തുകയാണെങ്കിലും അതല്ല നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യത്തിനുള്ള തുകയാണെങ്കിലും ഇങ്ങനെ നമുക്ക് ഈ പ്രപഞ്ചത്തോട് നന്ദി രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇടയ്ക്കിടെ ചില വാക്കുകൾ ഉപയോഗിക്കാം. ഗോൾഡൻ സൺറൈസ്, കൗണ്ട്, അതുപോലെ തന്നെ ഐ എം എ ബില്ലേനിയർ, ഐ എം എ മണി മാഗ്നറ്റ് എന്നിങ്ങനെ പോസിറ്റിവിറ്റി നമുക്ക് തരുന്ന ഒരുപാട് വാക്കുകളുണ്ട്. അതെല്ലാം തന്നെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അതും പറയേണ്ട സമയം എന്ന് പറയുന്നത് രാത്രിയാണ്. അതിനായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശാന്തമായ ഒരു സ്ഥലത്തിരുന്ന് നമ്മുടെ ബ്രീത്തിങ് ആദ്യം നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. 3 തവണ നമ്മൾ പതുക്കെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും അതുപോലെ തന്നെ വളരെ പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുക. അതിനുശേഷം നിങ്ങൾ കണ്ണുകൾ അടച്ച് നിങ്ങൾക്ക് ആവശ്യമായത് എന്താണോ അത് ഈ പ്രപഞ്ചം നിങ്ങളിലേക്ക് എത്തിച്ചതുപോലെ നിങ്ങൾ പറയുക. ഇങ്ങനെ നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നതിനെയാണ് ഈ സെക്കൻഡ് ടേമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ മൂന്നാമതായിട്ട് കാണുവാൻ പോകുന്നത് റീപ്രോഗ്രാമിംഗ്. ഈ റീപ്രോഗ്രാമിംഗിൽ ഉൾപ്പെടുന്നത് പ്രധാനമായും വിഷ്വലൈസേഷനാണ്. നമ്മൾ എന്ത് ആകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ നമ്മൾ അതുപോലെ തന്നെയാണ് ജീവിച്ച് നോക്കേണ്ടത്. നമ്മളൊരു സമ്പന്നനാകണമെന്നാണ് ആഗ്രഹമെങ്കിൽ നമ്മൾ ആ സമ്പന്നതയിലൂടെ നടക്കുന്നത് പോലെ നല്ല നീറ്റായിട്ട് വസ്ത്രം അണിയുകയും നല്ല ഒരുങ്ങി നടക്കുകയും ചെയ്യുന്നത് മുഖാന്തരം നമുക്ക് വീണ്ടും നമ്മുടെ ജീവിതത്തിൽ ആ സൗഭാഗ്യങ്ങളെല്ലാം വന്നു ചേരുവാൻ സഹായിക്കും എന്നാണ് പറയുന്നത്. അല്ലാതെ നമുക്ക് സമ്പന്നനാകണം എന്ന് പറഞ്ഞ് എപ്പോഴും ഒരു ദാരിദ്ര്യം നിറഞ്ഞ ജീവിതത്തെ പോലെയാണ് നടക്കുന്നത് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അതുതന്നെയാണ് വന്നു ചേരുകയുള്ളൂ. നമ്മൾ ജീവിക്കുന്നത് കഷ്ടപ്പാടുകളിലൂടെ ആണെങ്കിൽ പോലും നമുക്ക് നാളെ ആവശ്യമായതിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ ഇതുപോലുള്ള മെത്തേഡുകൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വസ്ത്രധാരണത്തിലും അതുപോലെ തന്നെ സംസാരത്തിലും നമ്മൾ എങ്ങനെയാണോ പെരുമാറേണ്ടത് എന്നെല്ലാം തന്നെ നമ്മൾ മാറ്റിയെടുക്കേണ്ടതാണ്. എന്നെക്കൊണ്ട് ഇങ്ങനെ തന്നെ ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് എപ്പോഴും നമ്മൾ തരം താഴുന്നത് പോലെയുള്ള ഒരു ജീവിതമാണ് ജീവിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അതുതന്നെയാണ് വന്നു ചേരുന്നത്. നമുക്ക് സാധിക്കും, എന്നെക്കൊണ്ട് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുവാൻ പറ്റും, എൻ്റെ ജീവിതം ഉയർച്ചയിലേക്ക് വരുമെന്ന് നിങ്ങളിങ്ങനെ തുടരെ പറയുകയും അതുപോലെ ജീവിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഇതും നിങ്ങൾ 7 ദിവസം ഈ ഒരു മെത്തേഡും നിങ്ങൾ പ്രയോഗിക്കേണ്ടതാണ്. ഇനി നിങ്ങൾ 21 ദിവസം നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അതെല്ലാം കൂടി അവസാനത്തെ 21ാമത്തെ ദിവസത്തിൽ നിങ്ങൾ ഏതൊരു കാര്യം നേടിയെടുക്കുവാൻ വേണ്ടിയാണോ ഈ 21 ദിവസം ഈ ചാലഞ്ച് ഒന്ന് ഏറ്റെടുത്ത് ചെയ്തിരിക്കുന്നത് ആ കാര്യം നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. കാരണം നിങ്ങളുടെ മനസ്സിലെ നെഗറ്റിവിറ്റികൾ പൂർണ്ണമായും ഇല്ലാതായി കഴിഞ്ഞു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര അഫർമേഷനുകളുണ്ട് അതെല്ലാം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളിപ്പോൾ സംസാരിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യത്തെക്കുറിച്ചാണ്, നിങ്ങൾ ചിന്തിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യത്തെക്കുറിച്ചാണ്, നിങ്ങളുടെ പ്രവർത്തികൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ഈ പ്രപഞ്ചം നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഇനി അധിക നാളില്ല എന്ന് തന്നെ പറയാവുന്നതാണ്. എല്ലാവർക്കും ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് എത്തണമെന്ന ആഗ്രഹമുണ്ടാകും. പക്ഷെ ചിലരാകട്ടെ ഇതൊന്നും ശരിയാകില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ നടക്കുകയും വീണ്ടും അവരുടെ ജീവിതം ദുരിതാവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പ്രപഞ്ചത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തികളെയും ഈ പ്രപഞ്ചം ഒരിക്കലും കൈവിടില്ല. നമ്മൾ എങ്ങനെയാണോ ഈ പ്രപഞ്ചത്തോട് ചോദിക്കുന്നത്, ഏതൊരു ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അതിന് നമ്മൾ താങ്ക് യു എന്ന് പറയുന്നതിലൂടെ നമുക്ക് എന്താണ് നഷ്ടമാകുവാനുള്ളത്? ഒന്നും തന്നെ നമ്മളിൽ നിന്ന് നഷ്ടമാകുന്നില്ല. അതുകൊണ്ട് തന്നെ ചെറുതോ വലുതോ എന്തുമായിക്കോട്ടെ നമ്മൾ അതിന് താങ്ക് യു എന്ന് ഇടയ്ക്കിടെ പറയുക. അതുപോലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയാണെങ്കിൽ പോലും താങ്ക് യു, ഫോർഗീവ് മീ, ഐ ലവ് യു എന്നിങ്ങനെയുള്ള വാക്കുകൾ തുടർച്ചയായി പറയുമ്പോൾ ആ വെള്ളത്തിൻ്റെ ആകർഷണ ശക്തി കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പോസിറ്റിവിറ്റി നിറഞ്ഞു നിൽക്കുമെന്നാണ് പറയുന്നത്. ഈ വാട്ടർ മാനിഫെസ്റ്റേഷനെ കുറിച്ച് ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല. ഈ 21 ദിവസത്തെ ഈ ഒരു ചാലഞ്ചിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മുടെ മനസ്സിലെ എല്ലാ ദുഷ്ടശക്തികളെയും എടുത്തു മാറ്റിയാൽ തന്നെ നമ്മുടെ ജീവിതം പൂർണ്ണമായി എന്ന് പറയാവുന്നതാണ്. ഏതാഗ്രഹത്തെയും നിറവേറ്റിയെടുക്കുവാൻ ഈ പ്രപഞ്ചം നമ്മളോടൊപ്പം ഉണ്ട്. അത് എങ്ങനെയാണ് നമ്മളിലേക്ക് എത്തിക്കുന്നത്, എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തോട് നമ്മൾ കണക്റ്റ് ആവേണ്ടത് എന്നെല്ലാം നമുക്ക് അറിഞ്ഞാൽ മാത്രം മതി നമുക്കും ഈ ജീവിതത്തിൽ വിജയം നേടുവാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്തു നോക്കുക. ഈ 21 ദിവസം നിങ്ങളിങ്ങനെ ചെയ്യുക. എഴുതിയ പേപ്പർ നിങ്ങൾക്ക് എടുത്തു വെക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എടുത്തു വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കീറിക്കളയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കീറിക്കളയാവുന്നതാണ്. 21 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ
ശക്തിയായ വിശ്വാസത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായും ഈ 21 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്കൊരു മാറ്റം സംഭവിക്കുവാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹവും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ, ഏഞ്ചൽ നമ്പറുകൾ, സ്വിച്ച് വേർഡുകൾ, താന്ത്രികങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനും ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.